ഈ മാറിവാനസ് കോളേജിനകത്തുള്ള ബ്ലോക്കാണ് കേട്ടോ. ഇത് ഒരു കാലത്തും ഈ ബ്ലോക്ക് എപ്പോൾ വന്നിരുന്നാലും ആളുകൾ ഇങ്ങനെ കുറേ ആൾക്കാർ സമയം വേസ്റ്റ് ആക്കിയിട്ട് ഇങ്ങനെ കിടക്കണം. ഒരു സൊല്യൂഷൻ ഇതുവരെ കണ്ടിട്ടില്ല. റോഡുകളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ 10-20 വർഷം മുമ്പത്തെ ഉള്ള ഒരു വണ്ടികളുടെ എണ്ണത്തിനനുസരിച്ചിട്ട് ആ ഒരു സൈസാണ് റോഡുകൾക്കെല്ലാം നമ്മളെ ഒരു സമൂഹത്തിൽ. ഇപ്പം പുതിയതായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന റോഡുകൾ പോലും ഇന്നുള്ള ഒരു വണ്ടിയുടെ എണ്ണം നോക്കിയിട്ടാണ് റോഡിന്റെ വലിപ്പം കണക്ക് കൂട്ടേണ്ടത്. ഇപ്പം നമ്മളെ സമൂഹത്തിലുള്ള വണ്ടികളുടെ എണ്ണം അനുസരിച്ചിട്ടുള്ള സൈസേ അല്ല റോഡ്. ഭയങ്കര ചെറു 10-20 വർഷം മുമ്പ് എത്ര വണ്ടികളുണ്ടായിരുന്ന ആ വണ്ടികൾക്ക് സമാധാനത്തിൽ ഓടാൻ പറ്റുന്ന ഒരു വലിപ്പമാണ് റോഡുകൾക്കുള്ളത്. ഈ എല്ലാവരും ഒരു സ്കൂട്ടറിൽ പോയാണ്ട് ഒരാളൊക്കെ ആയിരിക്കും ഈ കാറുകളെല്ലാം ഓടിച്ചോണ്ട് പോകണം. ഇത്രയും വലിയ വണ്ടികളെല്ലാം ആവശ്യമില്ല അത്രയും സ്പേസ് നഷ്ടപ്പെടുത്തിയിട്ട് ഈ റോഡ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ടാക്സി, ഓട്ടോ കാർ, അങ്ങനെ ടാക്സി ആയിട്ട് വണ്ടി പെർമിറ്റ് അടച്ചിട്ട് ശകല സമയത്തിന് വേണ്ടിയിട്ട് ആൾക്കാർ കിടന്നിട്ട് ഓടുന്നത്. ഈ ഒരു ഓട്ടം കിട്ടാനോ അങ്ങനെയൊക്കെ ഈ സാധാരണ ഓട്ടോക്കാരും അങ്ങനെ റോഡിൽ വണ്ടി ഓടിച്ച് പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർക്കുള്ള അവസ്ഥയാണ് ഈ വലിയമാര് വലിയ കാറുകളും കൊണ്ട് റോഡിൽ നിരത്തി. ഈ സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റില്ല, ഒരു ഡ്രൈവർമാർക്കൊന്നും. കാറിനകത്ത് AC ഒക്കെ ഇട്ടിരിക്കുന്ന വലിയ മോന്മാർക്ക് ഈ സാധാരണക്കാരന്റെ സിറ്റുവേഷൻ മനസ്സിലാവണമെന്നില്ല. അവർക്ക് ഇങ്ങനെ സമയത്തിന്റെ ടൈമൊക്കെ സമാധാനത്തിൽ പോയാൽ മതി. പക്ഷെ ഈ റോഡിൽ ഡ്രൈവർമാരുടെ അവസ്ഥയാണ് ഞാൻ